സ്നേഹ നമസ്കാരം. മനുഷ്യർക്ക് കഴിക്കാൻ അനുയോജ്യമായ ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുന്ന ഒരേ ഒരു പ്രാണിയാണ് തേനീച്ച. മാസങ്ങളോളം നിരന്തരമായി പ്രയത്നിച്ച് താൻ ഉണ്ടാക്കിയ തേൻ മുഴുവൻ ഒരു കരടി വന്ന് കുടിച്ച് തീർക്കുന്നത് കണ്ട് അത് പ്രതിരോധിക്കാതെ ദൂരെ മാറി നോക്കി നിൽക്കുന്ന തേനീച്ചയോട് കുരുവി ചോദിച്ചു, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തേൻ മുഴുവൻ ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ ആ കരടി കുടിച്ചു തീർത്തിട്ടും നിനക്കെങ്ങനെയാണ് ഇങ്ങനെ സംയമനം പാലിച്ച് നിൽക്കാൻ കഴിയുന്നതെന്ന്. അതിനു മറുപടിയായി തേനീച്ച പറഞ്ഞു, ആ കരടിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച തേൻ മാത്രമല്ലേ കൊണ്ടുപോകാനായുള്ളൂ. തേൻ ഉണ്ടാക്കാനുള്ള വിദ്യ എന്നിൽ നിന്നും എടുത്തു മാറ്റാൻ അതിനായില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് പ്രയത്നിക്കുകയും തേൻ ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. പ്രിയപ്പെട്ടവരെ, കഠിനാധ്വാനം ചെയ്ത് താൻ ഉണ്ടാക്കിയ തേൻ മുഴുവൻ നഷ്ടമായപ്പോഴും തേനീച്ച കാണിച്ച ഈ മനോഭാവം നമുക്കും മാതൃകയാക്കാവുന്നതാണ്. ജീവിതപാതയിൽ പലതരത്തിലുള്ള നഷ്ടങ്ങൾ നേരിടുമ്പോൾ ആത്മവീര്യം ചോർന്ന് ബലഹീനരാകാതെ മനോധൈര്യം സംഭരിച്ച് മുന്നിലുള്ള സാധ്യതകളെ കണ്ടറിഞ്ഞ് നമ്മുടെ കഴിവുകളിൽ വിശ്വാസം അർപ്പിച്ച് മുന്നേറാനുള്ള പ്രവർത്തനങ്ങൾ നാം തുടർന്നുകൊണ്ടേയിരിക്കണം. അതുവഴി നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് ബലവും മികവും കൂടും. അതിൻ്റെ ഫലമായി അത് സാർത്ഥകമാകുകയും ചെയ്യും.